പ്രിയ സുഹൃത്തുക്കളെ, അവഗണിക്കപ്പെട്ടതിൽ ഒന്നാം സ്ഥാനം ആർക്ക് നൽകണം എന്നൊരു ചോദ്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാവുകയാണെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും മതസ്വത്വം കൊണ്ടും ഇത്രമേൽ അവഗണിക്കപ്പെട്ട മറ്റൊരു നടനും ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാവില്ല എന്ന് ഡോക്ടർ ഗിർവർഗീസ് മാർ കുലോസ് എന്ന് പറയുന്ന ഒരു മതനേതാവ്, ഒരു ക്രിസ്ത്യൻ മതനേതാവ് പറഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മമ്മൂക്കയെ കുറിച്ചിട്ടാണ്. കൃത്യമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഈ ഒരു മതനേതാവ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും. കൃത്യമായിട്ടും ഏത് സമയത്തും ഏത് സ്ഥലത്തും തന്റെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു നടൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് ഒന്ന് നമ്മുടെ മമ്മൂക്കയാണ്. നമുക്കറിയാം, കേരളത്തില് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനലുണ്ട്, കൈരളി എന്നാണ് ആ ഒരു ചാനലിന്റെ പേര്. അതിന്റെ തലപ്പത്ത്, അതിന്റെ ചെയർമാൻ സ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു നടനാണ്. ഒരു മടിയുമില്ല. അങ്ങനെ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പച്ച മലയാളത്തിൽ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ബോധ്യമുള്ള ഒരു മനുഷ്യനാണ്. കമ്മ്യൂണിസ്റ്റുകാരനാവാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ആ കൊടി പിടിച്ചിട്ട് 4 ഇൻഖിലാബ് വിളിക്കണമെന്നൊന്നുമില്ല. ആ ഒരു ആശയം, ആ ഒരു സാമ്പത്തിക ആശയം മനസ്സിലുണ്ടായാൽ മതി എന്നർത്ഥം. ആ ഒരു ആശയം മനസ്സിലുകൊണ്ട് തന്നെയാണ് കൈരളി ചാനൽ നടത്തുന്ന ചില പ്രോഗ്രാമുകളിൽ ആദ്യ അവസാനം തന്റെ കുടുംബത്തേക്ക് പോകാതെ ഈ മനുഷ്യൻ പങ്കെടുക്കാറുണ്ട്. ശ്രദ്ധിച്ചാൽ മതി, സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക. അദ്ദേഹം ഒരു നിമിഷം പോലും അവിടെ നിന്ന് മാറിപ്പോകാറില്ല. അത് കൈരളി ചാനലിന്റെ പ്രോഗ്രാമുകൾക്ക് മാത്രമാണ് ഇദ്ദേഹം അങ്ങനെ ഇരുന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി അതിനോടൊപ്പം തന്നെ പറയേണ്ടത്, ഇദ്ദേഹം എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. നോക്കൂ, മമ്മൂട്ടിയെ നമുക്കറിയാം, ഏറെ കാലമായിട്ട് അറിയാം. ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നോക്കിയാൽ മതി. നോക്കൂ, ഹൃദയ ശസ്ത്രക്രിയകള്, കണ്ണുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകള്, ഇങ്ങനെ ആളുകൾക്ക് അശ്രയരായവർക്ക്, ആശ്രയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പാലിയേറ്റീവ്, ഇങ്ങനെ നോക്കൂ, അപാരമായിട്ട് മനുഷ്യരെ ചേർത്ത് പിടിക്കേണ്ട നിമിഷങ്ങളിലൊക്കെ മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു വാക്ക് ഉണ്ട് എന്നുള്ളതാണ്. മറ്റു നടന്മാരും നമ്മൾ അങ്ങനെ അത്ര അധികം കേൾക്കാറില്ല എന്നുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു കമ്മ്യൂണിസം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നവർ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ മതം നോക്കാതെ, ജാതി നോക്കാതെ, വർഗം നോക്കാതെ, വർണ്ണം നോക്കാതെ ആളുകളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരാളെ നമുക്ക് വേണമെങ്കിൽ അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരെന്നൊക്കെ പറയാം. ആ ഒരു ആശയം ഇദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, അവഗണിക്കപ്പെട്ടിട്ടുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്ത് എപ്പോഴായിരിക്കും ഇനി മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അവഗണിക്കപ്പെടുക? അവാർഡിന്റെ സ്ഥാനത്ത്. ഇദ്ദേഹത്തിന് ചില ബഹുമതികൾ നൽകണോ വേണ്ടയോ എന്നുള്ള ചർച്ച നടക്കുന്നതിനിടയിലേക്ക് ഒരു ചർച്ച വരും. കൊടുക്കേണ്ട ആവശ്യമില്ല, ഇയാള് കമ്മ്യൂണിസ്റ്റുകാരനാണ്. പിന്നെ കൊടുക്കില്ല കേട്ടോ. ആ ഒറ്റ കാരണം കൊണ്ട് പക്ഷേ അദ്ദേഹത്തെ അവഗണിക്കപ്പെട്ടു. രണ്ടാമതായിട്ട് ഈ നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: മതസ്വത്വം കൊണ്ട് ഇത്രമേൽ അവഗണിക്കപ്പെട്ട ഒരു മറ്റൊരു നടനും ഉണ്ടാവില്ല. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഒരു കണക്കെടുക്കുക. ആ ഒരു കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്തിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത സിനിമകളുടെ കണക്കെടുക്കുക. അതിൽ നമ്മൾ അഭിനയം കൊണ്ട് അന്തം വിട്ട സിനിമകൾ ഏതൊക്കെയെന്നൊക്കെ കണക്കെടുക്കുക. ഒരുപക്ഷെ അതില് നമ്മുടെ ഭ്രമയുഗം ഉണ്ടായിരിക്കാം, അതില് നൻപകൽ നേരത്തെ മയക്കൊണ്ടായിരിക്കാം, കാതൽ ദി കോർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരിക്കാം. ഇങ്ങനെ ഒരു തമിഴ് സിനിമ ഉണ്ട്, ഫോർ ദ നെയിം, ഐ എം സോറി, ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി, ഐ തിങ്ക്. ആ സിനിമ പേര് ഞാൻ മറന്നുപോയി. എങ്കിലും അങ്ങനത്തെ ഒരു സിനിമയുടെ ഒക്കെ കണക്കെടുക്കുക. ഇങ്ങനെ സിനിമകളെ കണക്കെടുക്കുമ്പോൾ അങ്ങനെ 5-6 സിനിമകൾ നമ്മുടെ മുമ്പിലേക്ക് വരും. എന്നിട്ട് കണക്കെടുക്കാം ഇദ്ദേഹത്തിന് എത്ര അവാർഡുകൾ കിട്ടിയെന്ന്. നോക്കൂ, 3 നാഷണൽ അവാർഡാണ്. അത് 3-ലാണോ അവസാനിക്കേണ്ടിയിരുന്നത്? അല്ല, അത് 5-ലോ 6-ലോ എത്ത് നിൽക്കേണ്ട നാഷണൽ അവാർഡുകൾ ഇദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്നു. പക്ഷേ അവഗണിക്കപ്പെട്ടു. ഇദ്ദേഹത്തിന് മതസ്വത്വം കൊണ്ട്. എന്താണ് ആ മതസ്വത്വം? ഇസ്ലാം, മുസ്ലിം, അതാണ് ഇദ്ദേഹത്തിന് മതസ്വത്വം. അത് നോക്കൂ, ഈ അടുത്ത കാലഘട്ടത്തിൽ ഞാൻ കേട്ടൊരു കഥയാണ്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം വെള്ളിയാഴ്ചകളിൽ സിനിമ ഷൂട്ടിംഗ് നടത്താറില്ല. അന്ന് വീട്ടിലിരിക്കും. ആ ദിവസം പ്രാർത്ഥനകൾക്കും മറ്റുമായിട്ട് നീക്കിവെക്കാനുള്ളതാണ്. പഴയതുപോലെ ആ സമയത്ത് പെട്ടെന്ന് പോയിട്ട് നിസ്കരിച്ച് വരുന്ന ആ ഒരു സ്പീഡൊന്നും ഇദ്ദേഹത്തിന് വയ്യില്ല. 74 വയസ്സായി. ആ 74 വയസ്സ് നമുക്ക് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ കാണുന്നുണ്ടായിരിക്കില്ല. പക്ഷെ ശരീരത്തിനുള്ളിലെ അവയവങ്ങൾ മുഴുവൻ ആ പ്രായം കാണിക്കും. എന്തു വന്നാലും കാണിക്കും. ശരീരത്തിന് പുറത്ത് നല്ല ബോഡിയാണ്, ഫിറ്റാണ്. ഇപ്പോഴും 74 വയസ്സായ മനുഷ്യൻ കുനിയാതെ മറ്റൊക്കെ ഇപ്പോഴും നല്ല നീണ്ടു നിവർന്ന് ഈ മനുഷ്യൻ നടക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിലൊക്കെ ആ പ്രായം കാണിച്ച അവയവങ്ങളാണ് ഉള്ളത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിലെ ഓട്ടപ്പാച്ചിൽ വേണ്ട വിചാരിച്ചിട്ട് പ്രാർത്ഥനകൾ നടത്തേണ്ട ദിവസമായതുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിലിരിക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾ അഭിപ്രായം ഒന്ന് എഴുതി വെക്കണം. എന്നാലും അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അയാളെ വെറും ഒരു മുസ്ലിമായിട്ട് ചിത്രീകരിക്കാൻ ചില ആളുകളൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ വെറും ഒരു മുസ്ലിം സ്വത്ത് മാത്രമുള്ള ഒരാളാണോ മമ്മൂട്ടി? അല്ല. തീവ്രപരമായിട്ടൊക്കെ നമ്മുടെ ചില മുസ്ലിംമാരൊക്കെ പ്രസംഗിക്കുന്ന പോലത്തുള്ള വസ്ത്രങ്ങളൊന്നും അണിയിപ്പിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല മമ്മൂട്ടിയുടെ ഭാര്യ പോകുന്നത്. ഞാൻ കണ്ടിട്ടില്ല. തട്ടം തന്നെ നിരമ്പിൽ ഇടാതെ അവർ നടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മകന്റെ ഭാര്യയും അങ്ങനെ നടക്കുന്നത് കണ്ടിട്ടില്ല. മകളും അങ്ങനെ നടക്കുന്നത് കണ്ടിട്ടില്ല. ആരെയും മാത്രം സംഗതിയിലേക്ക് ഇദ്ദേഹം നിർബന്ധിക്കുന്നില്ല. ഇദ്ദേഹം നിർബന്ധിക്കില്ല മാത്രമല്ല, പുറമേയുള്ളവർ ആ പഹയന്മാര് നിയന്ത്രിക്കില്ല. പോയി വേണമെങ്കിൽ പറയും. അതായത് ഒരു തീവ്ര അത്തരം ചിന്താഗതിയൊന്നും കൊണ്ടു നടക്കുന്നില്ല ഇദ്ദേഹം. എന്നാൽ തന്റെ കോൺട്രാക്ട് എന്ന് പറയുന്നത് താനും ദൈവവുമായിട്ടാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും തന്റെ വിശ്വാസമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയും ആർക്കും ശല്യം ഉണ്ടാക്കാതെ അത് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ ഒരു മതസ്വത്വം കൊണ്ട് മാത്രമായിരിക്കണം കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇദ്ദേഹത്തിന് കിട്ടേണ്ടിരുന്ന പല അവാർഡുകളും അവഗണിക്കപ്പെടുകയും കൊടുക്കാതിരിക്കുകയും പല മൊയന്തുകൾക്ക് അവാർഡ് കിട്ടുകയും ചെയ്തത്. അങ്ങനെ തന്നെ പറയണം. പല വേസ്റ്റുകൾക്കും അവാർഡ് കിട്ടുകയും ചെയ്തു. ഒരു പക്ഷേ ഈ ഒരു മതസ്വത്വത്തിന്റെ പേരിലായിരിക്കും. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ശരിയല്ല. മാർക്ക് കുര്യാക്കോസ് അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. അപ്പൊ 2 പ്രശ്നങ്ങളാണ്. ഒന്ന് രാഷ്ട്രീയം, ഒന്ന് മതം. ഈ 2 വിഷയത്തിന്റെ പേരിൽ അവഗണിക്കപ്പെടുക. അങ്ങനെ അവഗണിക്കപ്പെട്ടതിന്റെ പേരിൽ അവാർഡ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മമ്മൂക്കയ്ക്ക് മാത്രം അവകാശപ്പെട്ടായിരിക്കും. പക്ഷേ അതൊക്കെ വേണോ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. ഇനി ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കേണ്ടതുണ്ടോ? ഞാൻ പറയും, ഈ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് അവാർഡ് കൊടുക്കരുത്. എൻ്റെ ഒരു അഭിപ്രായം അതാണ് കേട്ടോ. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇനി അവാർഡ് കൊടുക്കരുത്. കാരണം മലയാളികൾ അവരെ സ്നേഹത്തിന്റെ അവാർഡുകൾ ഏറെ തവണ കൊടുത്തു കഴിഞ്ഞു. ഇനി അവാർഡ് കൊടുത്ത് അദ്ദേഹത്തെ ദണ്ഡിപ്പിക്കരുത്. സുഹൃത്തുക്കളെ, അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ. നിങ്ങൾ